അതെ, കരടിനെയും ആനനെയും കാട്ടുപോത്തിനെയും മാനെയൊക്കെ കണ്ടുകൊണ്ട് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ ഗൈസ്. ഏതാണെന്നല്ലേ, മസനഗുഡി. മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും ഊട്ടിയൊന്നല്ല മക്കളെ, മസനഗുഡി മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് ട്രൈ. കാരണം പോണ വഴിയുണ്ടല്ലോ ഇഷ്ടം പോലെ മാൻ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മാൻ ഇവിടെ ഉണ്ടോ നേരെ ചിന്തിച്ചു പോകും. അത് മറ്റേ ഞങ്ങൾക്ക് ഒരു പേടിയില്ല, നമ്മളടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്ത് നമ്മളെ കണ്ടിട്ടൊന്നും ഒരു പേടിയില്ല. അതുപോലെ തന്നെ നമ്മൾ വേഴാമ്പലിനെ കണ്ടു, സിംഹവാലൻ കുരങ്ങ്, മയിൽ, അവർക്കൊന്നും നമ്മളെ സൗണ്ട് കേട്ടിട്ടൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ നമ്മൾ ബോർഡ് കണ്ടിരുന്നു, അതുകൊണ്ട് നമ്മളത് ഇറങ്ങിയില്ല. പക്ഷെ പോണ റൂട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല. വീഡിയോ ആയാലും ഫോട്ടോസിനായാലും എന്ത് മനോഹരമായ സ്ഥലം എന്നറിയോ. നമ്മൾ മസനഗുഡി എത്തിയിട്ടില്ല, പോണ റൂട്ടാണ് ഈ കാണുന്നത്. അത്രയും മസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അത്ര നല്ല ഒരു ട്രിപ്പായിരുന്നു മസനഗുഡി. പിന്നെ നമ്മൾ മസനഗുഡി എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്ത വില്ല, എന്താ പറയുക, ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത്രയും മനോഹരമായ ഒരു വില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരക്കുമില്ല, ഭയങ്കര കൂൾ കാം. പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം അവിടെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. പിള്ളേർക്ക് കളിക്കാനുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്ത് നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പ്. നമ്മൾ ട്രിപ്പ് പോകണം അതിന് വേണ്ടിയിട്ടല്ലേ, ഇത്രയും സ്ട്രെസ് ചെയ്യുന്നൊക്കെ നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും നമുക്ക് മുതലാക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ മസനഗുഡി. ഒരു തിരക്കുമില്ല, ടൂറിസ്റ്റ് അങ്ങനത്തെ തിരക്കോ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല അവിടെ. ഈ മൃഗങ്ങളെ കാണാം, അത്രേ ഉള്ളൂ. പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കുറേ റീൽസും വീഡിയോസൊക്കെ എടുത്തു. നല്ല സ്ഥലമായിരുന്നു, എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ റൂമിനടുത്ത് തന്നെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ആയിരുന്നു അങ്ങോട്ട് ഇറങ്ങാമെന്നുള്ളത്, പക്ഷേ കുട്ടികളൊക്കെ ഇറങ്ങി നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഈ പറഞ്ഞ പോലെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ നൈറ്റായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, റൂമിൽ പോയി. റൂമിൽ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും ഹാപ്പി. അത് കഴിഞ്ഞ് രാവിലെ എനിറ്റപ്പുണ്ടട ആ വ്യൂ, കോടിങ്ങനെ ഇറങ്ങിയിട്ടേ മലയുടെ അടിയിൽ കൂടി ഇങ്ങനെ പോണ്. നല്ല തണവുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ആ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, സൂപ്പർ. അങ്ങനെ നമുക്ക് 6 മണിക്ക് ട്രക്കിങ് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ജീപ്പിനെ. അങ്ങനെ ജീപ്പൊക്കെ വന്നു. നമ്മൾ എന്താ പറയുക, കാട്ടിലൂടെ നല്ല ഒരു മനോഹരമായൊരു യാത്ര പോയി. കുറേ മൃഗങ്ങളെയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയത്, പക്ഷേ എനിക്ക് തോന്നുന്നു ട്രക്കിങ്ങിൽ പോയാൽ കൂടുതൽ മൃഗങ്ങൾ നമ്മൾ വരുന്ന വഴി കണ്ടു. പക്ഷേ ആ റൂട്ട് സൂപ്പറായിരുന്നു. ഈ വഴി നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും പോകാൻ പറ്റില്ല, ഇവരുടെ ഈ ലൈസൻസ് ഉള്ള വണ്ടികൾക്ക് മാത്രമേ